الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ആഹാരം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ജോലികൾ ചെയ്യുന്നു, പഠിക്കുന്നു, അതുപോലെ വിവാഹം നടത്തുന്നു, നടത്തി കൊടുക്കുന്നു, സദ്യകളും സൽക്കാരങ്ങളും സമ്മേളനങ്ങളൊക്കെ നടത്തുന്നു. പലപ്പോഴും പലതും വളരെ ശാന്തമായ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് നടക്കാറ്. നമുക്ക് സംതൃപ്തിയും ലഭിക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലലും അലട്ടുമില്ലാതെ നടന്നു പോകുമ്പോൾ വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും വലിയ പ്രശ്നങ്ങളൊന്നും വിഘ്നങ്ങളൊന്നും നേരിടാതെ നടന്നു പോകുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കൊരു തോന്നലുണ്ടാവും, ഇതൊക്കെ നമ്മുടെ മിടുക്കും കഴിവും കൊണ്ടാണ്, നൈപുണ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നന്നായി കച്ചവടം ചെയ്യുന്നു, നല്ല ലാഭം ഉണ്ടാക്കുന്നു. അതുപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നല്ല വിത്തിറക്കുന്നു, നല്ല വളമിടുന്നു, കീടനാശിനികൾ തളിക്കുന്നു. അപ്പോൾ നൂറുമേനി കിട്ടി എന്ന് പറയുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ വളരെ ഗൗരവമായി പരിഗണിക്കുന്ന കാര്യം അവരുടെ ഇതിൻ്റെ പേരിലുള്ള ഒരു നൈപുണ്യമാണ്, കഴിവ്, ബുദ്ധി, ശക്തി, സമയോചിതമായി പ്രവർത്തിക്കാനുള്ള മറ്റെല്ലാവിധ സംവിധാനങ്ങൾ. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഈ ജീവിതത്തിൽ ശാന്തവും സമാധാനപരമായി കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചു പോകുന്നത് എന്നാണ് മനുഷ്യൻ ധരിക്കുക. അങ്ങനെയാണ് മനുഷ്യൻ ധരിക്കുക എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പല രൂപത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ സത്യം അതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാന്തവും സമാധാനമായി നടക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മിടുക്കോ കഴിവോ നൈപുണ്യമോ ഒന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കും. അപ്പം നമ്മുടെ ധാരണയും ഖുർആന്റെ പാഠവും
ഒത്തുപോകണമെങ്കിൽ ഇതിലൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരു പട്ടണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു പട്ടണത്തിൻ്റെ ജനജീവിതത്തെ എടുത്തു കാണിച്ചുകൊണ്ട്, ഉദാഹരിച്ചുകൊണ്ട് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന സൂറത്തുൻ നഹ്ലിലെ ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. അതായത് 112, 113 മുതൽ 117 ആയത്തുകൾ വരെ അതുമായി ബന്ധപ്പെട്ട സന്ദർഭ കാര്യങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരുന്നത്. വളറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു പട്ടണത്തെ, ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന് പറയാം, ടൗൺഷിപ്പ് എന്ന് പറയാം, പട്ടണം എന്ന് പറയാം, പല കൊലത്തിലും അറബി ഭാഷയിൽ വരും, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പട്ടണത്തെ ഒരു ഉദാഹരണമായി നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നു. കാനത്ത് ആമിനതൻ മുത്മഇന്ന, അത് സുരക്ഷിതമായിരുന്നു, ശാന്തമായിരുന്നു. സുരക്ഷിതമായൊരു പട്ടണം, ശാന്തമായൊരു പട്ടണം, ജനജീവിതം സുഗമമായി സന്തോഷപ്രദമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പട്ടണം. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ, അവിടെ ആവശ്യമുള്ള വിഭവങ്ങൾ, റിസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം മാത്രമല്ല, മറ്റു പല വിഭവങ്ങൾ, അത് ധാരാളമായി സമൃദ്ധമായി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആളുകൾ ആ പട്ടണം എന്ത് ചെയ്തു എന്നാണ് പറയുക? പട്ടണം എന്ന് ചെയ്തു, പട്ടണം സ്വന്തം ചെയ്യില്ലല്ലോ, പട്ടണത്തിൻ്റെ ആള് ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അപ്പോൾ നാം അവരെ പട്ടിണിയുടെയും ഭയത്തിൻ്റെയും വസ്ത്രം കൊണ്ട് ആസ്വദിപ്പിച്ചു. ഭയങ്കര സാഹിത്യമാണ്, വലിയ ഉയർന്ന സാഹിത്യത്തിലാണ് പറയുന്നത്. പട്ടിണി കൊണ്ടും ഭയം കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു, അവരെ ആസ്വദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വസ്ത്രം കൊണ്ട് എന്നുള്ള, വസ്ത്രം മനുഷ്യനായിട്ട് അടുത്ത് നിൽക്കുന്ന, അതൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉള്ളതാണ്. ബിമാ ഖാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ അനന്തരഫലം അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അവരെ നാം പട്ടിണി കിട്ടു. അതുപോലെ അവർക്ക് സുരക്ഷിതത്വം എടുത്തു കളഞ്ഞ് യുദ്ധഭീതിയിലായി എന്നാണ്. വലഖദ് ജാഅഹും റസൂലും മിൻഹും ഫകദ്ദബൂഹു, അവരുടെ ഇടയിൽ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ അവർക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅഖദഹുമുൽ അദാബു വഹും ളാലിമൂൻ, അപ്പോൾ ഇത് എവിടെ? ഈ പട്ടിണി, യുദ്ധഭീതി എന്നത് അദാബ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പരീക്ഷണമായിട്ടല്ല പറയണം, അദാബായിട്ടാണ് പറയണം. അങ്ങനെ നാം ശിക്ഷ കൊണ്ട് അവരെ പിടികൂടി, അവരക്രമികളായിരിക്കെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം ജീവിത വിഭവങ്ങൾ കൊടുത്ത്, അത് കുടിച്ചും തിന്നും പരസ്പരം ബന്ധപ്പെട്ടും കല്യാണം കഴിച്ചും മക്കളുണ്ടായും കൃഷി ചെയ്തും കച്ചവടം ചെയ്തും ഒക്കെ നല്ല ശാന്തവും സമാധാനപരമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരു പട്ടണം. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ, അവർ നിഷേധിച്ചു കളഞ്ഞപ്പോൾ, അവർ പരിഗണിക്കാതിരുന്നപ്പോൾ, അവർ അംഗീകരിച്ച് നന്ദി രേഖപ്പെടുത്താതിരുന്നപ്പോൾ അവരെ നാം പട്ടിണി കിട്ടു, പട്ടിണി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അവരെ നാം ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. വഹും ലാലിമൂൻ, അവരക്രമികളായിരിക്കെ തന്നെ. ഈ പട്ടണം മക്ക പട്ടണമാണ് എന്നാണ് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇതിൽ പറഞ്ഞ സംഗതികളൊക്കെ മക്ക പട്ടണ നിവാസികൾക്ക് സംഭവിച്ചതാണ്. മക്ക പട്ടണത്തെക്കുറിച്ച് നമുക്കറിയാം, ഭൂമിയിൽ ആദ്യമായി മനുഷ്യജീവിതം തളിരിട്ട കുന്നിൻ പുറമാണ് അവിടെ മക്ക. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭൂമിയിൽ മനുഷ്യൻ ആദ്യമായി ജീവിതം, ഹവ്വയുടെയും ആദമിൻ്റെയും ഇണചേർന്ന ജീവിതം, ഹാബീലിൻ്റെയും കാബീലിൻ്റെയും കുഞ്ഞിക്കാലുകൾ പിച്ചവെച്ച് നടന്ന സ്ഥലം, ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പണിതപ്പെട്ട പുണ്യഭൂമി, കോടാനുകോടി മനുഷ്യരുടെ ഖിബില, ലോകാനുഗ്രഹിയായ ഒരു മഹാപ്രവാചകൻ കാലാലകളിലുള്ള മനുഷ്യർക്ക് വേണ്ടി ആഗതമായ പുണ്യഭൂമി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ പട്ടണങ്ങളുടെ മാതാ ഉമ്മുൽ ഖുറ. ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളും ആ പട്ടണത്തിന് ശേഷമാണ് പിറവിയെടുത്തത്. അതുകൊണ്ട് ഉമ്മുൽ ഖുറ എന്നാണ് അതിൻ്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു പട്ടണം. അപ്പോൾ ഇത്രയും പ്രാധാന്യം, മനുഷ്യ ചരിത്രത്തിൽ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു പട്ടണം
അത് ആദം നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ ജനവാസ കേന്ദ്രമായിരുന്നു. അവിടെ ആരാധനാലയം ഉണ്ടായിരുന്നു. നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയതാണെന്നും ഇബ്രാഹിം നബി അത് പുനരുദ്ധരിച്ചതാണെന്നും പറഞ്ഞു. ചരിത്ര ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പട്ടണത്തിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ അങ്ങോട്ട് ആകർഷിപ്പിക്കാൻ അവിടെ മഹാപ്രവാചകനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാരന്നിട്ടുണ്ട്. സ്വന്തം കൈക്കുഞ്ഞിനെ കൊണ്ടാക്കി ഭാര്യയും കുഞ്ഞിനെയും അവിടെ കൊണ്ടാക്കിയ സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം വളർന്ന മകനുമായി കഅബാലയം കെട്ടിപ്പടുക്കുമ്പോഴുണ്ടായ സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഊഷര പീഠഭൂമിയാണ്. വിത്തും വെള്ളയും ഇല്ലാത്ത സ്ഥലം, കാർഷികമായി യാതൊന്നും ഇല്ലാത്തൊരു നാട്. അവിടെ മകനെയും ഭാര്യയും കൊണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ആ മഹാപ്രവാചകൻ ദ്വാരക്കാണ്. വഇദ് ഖാല ഇബ്രാഹിമ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ നാട്ടിനെ നീ ശാന്തമായ ഒരു നാടാക്കി മാറ്റണേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഇവിടുത്തെ ആളുകൾക്ക് യാതൊരു ഫലവുമില്ലാത്ത, ചെടികളില്ലാത്ത, വിത്തുകളില്ലാത്ത, വെള്ളയില്ലാത്ത ഊഷരഭൂമിയായ ഈ സ്ഥലം. അത് ഇബ്രാഹിം നബി പറയുന്നുണ്ട്. മറ്റ് റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ നിന്റെ ഭവനത്തിൻ്റെ അരികെ, അവിടെ അന്ന് ഭവനം ഉണ്ടായില്ല, ഭവനത്തിൻ്റെ അരികെ, മാതാവിനെയും കുട്ടിയെ അവിടെ കൊണ്ടാക്കിയിട്ട് ദ്വാരന്നപ്പോൾ എങ്ങനെ പറഞ്ഞ്, ഭവനത്തിൻ്റെ അരികെ കൃഷിയെന്ന് ഗൈരി ദീ സറഇൻ, യാതൊരു കൃഷിയുമില്ലാത്ത ഈ ഊഷരഭൂമിയിൽ ഞാൻ ഇവിടെ ആക്കിയിരിക്കുകയാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അവർ അവിടെ നമസ്കാരം നിലനിർത്താനും, ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് നീ ചായ്ച്ചു കൊടുക്കണേ, ആകർഷിപ്പിച്ചു കൊടുക്കണേ. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ അവിടെ വന്നെത്തുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാട് നീ ചെയ്തു വെക്കണേ എന്ന് ഇബ്രാഹിം നബിയുടെ ആത്മകഥം അള്ളാഹുവിനോട് പറയാണ്. പോരാത്തിന് വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അവർക്ക് നീ ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഭക്ഷണമായി നൽകണം, അവർ നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ്. യാതൊരു തരത്തിലുള്ള കൃഷിയുമില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്ത രീതിയിലൊരു ദ്വാണ് യഥാർത്ഥത്തിൽ നമ്മളെ കാലം വെച്ചാൽ. ഒരു കൃഷിയില്ലാത്ത പീഠഭൂമിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ മക്കളെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ലോക ജനതയെ എങ്ങോട്ട് ആകർഷിക്കണം, അവർക്ക് നീ ആഹാരം, ഫലം, പഴങ്ങളെല്ലാം കൊടുക്കണം. വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പിന്നും വേണ്ടില്ല, മരുഭൂമിയിൽ കിട്ടുന്ന വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പിന്നും വേണ്ടില്ല. പക്ഷെ ഇവിടെ എങ്ങനെ പറഞ്ഞത്, അത് പിന്നീടും അദ്ദേഹം ആവർത്തിക്കുന്നു. അതായത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതായത് നിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചവർ, പരലോകത്തിൽ വിശ്വസിച്ച ആളുകൾക്കൊക്കെ നീ സമറാത്ത് കൊടുക്കണേന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് തിരുത്തി, ഖാല മൻ ഗഫറ, അതായത് നിഷേധിക്കും നാം കൊടുക്കും. എൻ്റെ അടിമകളാണ്, നിഷേധിച്ചവരാണെങ്കിലും എൻ്റെ അടിമകളാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, അവിടെ എത്തുന്ന എല്ലാവർക്കും സുഭിക്ഷമായി പഴവർഗ്ഗങ്ങൾ കിട്ടും. ഇവിടെ മക്കയിൽ പോയ ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഏറ്റവും മുന്തിയ പഴങ്ങൾ, സാധനങ്ങൾ അവിടെ എത്തിച്ചേരുന്നതാണ്. അതൊരു നല്ല മാർക്കറ്റാക്കി അള്ളാഹു മാറ്റി. കഅബാലയം അവിടെ തവാഫ് ചെയ്യാനും ഹജ്ജ് നിർബന്ധമാക്കിയപ്പോൾ അവിടെ ഉഖാദ്, ദീമജന്ന, ദിൽമജാസ് എന്ന് പറഞ്ഞ വലിയ ചന്തകളുണ്ടായി. അവിടേക്ക് ആളുകൾ സാധനവുമായി പ്രവഹിച്ചു. അവിടെ ഒരു വലിയ കച്ചവട കേന്ദ്രമായി മാറി. എല്ലാ ആളുകളും അങ്ങോട്ടങ്ങോട്ട് പ്രവഹിച്ചു. അങ്ങനെ മക്കയാണ് സൗദി അറേബ്യയുടെ, അറബി ലോകത്തിന്റെ കേന്ദ്രമായി പിന്നെ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ബലവും ഉൽപ്പാദിപ്പിക്കാതെ ലോക മിൻ കുല്ലി മഖാനിൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥമായി ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാണ്, യഅതിഹാ റിസ്ഖുഹാ റഗദം മിൻ കുല്ലി മഖാനിൻ. യഅതിഹാ, അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഫലങ്ങളിലും മറ്റ് ആഹാര സാധനങ്ങളും മറ്റ് ജീവിത വിഭവങ്ങളും അവിടെ നാം എത്തിച്ചു കൊടുത്തു മക്ക പട്ടണത്തിലെ ആളുകൾക്ക്. ഇബ്രാഹിമി പാരമ്പര്യം, തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, അത് പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിമാണ് എന്ന് വ്യക്തമായി തെളിയിച്ച മഹാപ്രവാചകൻ, സ്വന്തം മകനെ അറച്ചു കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ത്യാഗിവര്യനായ അദ്ദേഹം ഒരു സമുദായം തന്നെയായിരുന്നു ഒറ്റയ്ക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ തൗഹീദിന്റെ തണലിൽ വളർന്ന ഒരു നല്ല പട്ടണം, ജനങ്ങൾക്ക് സുഭിക്ഷമായ ജീവിതം. കാലാന്തരങ്ങളോളം ഇബ്രാഹിമിന് ശേഷം ഇസ്മായിലും കുടുംബവും അതിനുശേഷമുള്ള ഒരുപാട് ആളുകളും അവിടെ സുഭിക്ഷമായ ജീവിതമാണ് യഥാർത്ഥത്തിൽ നയിച്ചിരുന്നത് എന്നാണ്. പക്ഷേ പിൽക്കാല മനുഷ്യന്മാർ
അവർ നൽകിയ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുകയും അതിന് ആ കാരുണ്യത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ലിയുഖീമസ്സലാത്ത നമസ്കാരത്തിലൂടെ, സകാത്തിലൂടെ, സദഖയിലൂടെ, വ്രതത്തിലൂടെയൊക്കെ നന്ദി രേഖപ്പെടുത്തുകയും മനുഷ്യനോട് മാന്യമായി പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമിനം മുത്മഇന്ന, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ സുരക്ഷിതവും ശാന്തവുമായ ഒരു നഗരമാക്കി അല്ലാഹു തആല അതിനെ മാറ്റി. അങ്ങനെ ആ ആളുകൾ പിന്നീട് അവർ തോന്നിയാസം കാണിക്കാൻ തുടങ്ങി. അവർ ബിംബപൂജകരായി, അവർ ഭയങ്കരമായ മദ്യപാനികളായി, അവർക്കൊരു കോപ്പ കള്ളില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എപ്പോഴും കൂടെ നടക്കാൻ പെണ്ണില്ലെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റാത്തായി. ദേഷ്യം വന്നാലൊക്കെ അടിപിടി, യുദ്ധം ചെയ്യുക. ഒരു ഒട്ടകത്തിന് വേണ്ടി തന്നെ 200 കൊല്ലമൊക്കെ യുദ്ധം ചെയ്ത പാരമ്പര്യം അറേബ്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് ലോകത്ത്, പരിഷ്കൃത ലോകത്ത് പുതിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളും, റേപ്പ്, അതായത് ബലാത്സംഗങ്ങൾ, അത് ഭയങ്കരമായതല്ല. വ്യഭിചാരത്തിന് യാതൊരു ഇതുമില്ല, പോട്ടാത്തതിന് ബലാത്സംഗങ്ങളും അങ്ങനെ നടന്നു. അങ്ങനെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നിഷേധിച്ചപ്പോ, അതിന് നന്ദി കാണിക്കാത്തപ്പോ അവരുടെ ഇടയിൽ പിശാചിറങ്ങി. പിന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങളായി യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു ജനതയെ യഥാർത്ഥത്തിൽ നേരെ നിർത്തുന്നതിനും ജനതയുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിനും അവരുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും കാരണമാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ജനതയ്ക്ക് ഒരുപാട്, അവർ ഭയങ്കരമായ വലമ്മാ ജാഅഹും റസൂലും മിൻഹും, അവരിൽ നിന്നൊരു പ്രവാചകൻ വന്നപ്പോൾ സാഹിറാണ്, മജ്നൂനാണ്, അതായത് കാക്കക്കാരണവന്മാർ പഠിപ്പിച്ചു തന്ന ഈ ബിംബങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന കുരുത്തം കെട്ടവനാണെന്ന് പറഞ്ഞിട്ട് 13 കൊല്ലക്കാലം മർദ്ദന പീഡനങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായ 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്ഷാമം മക്കയിലുണ്ടതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ തന്നെ തുടങ്ങി. ഒട്ടകത്തിന്റെ ചോരയും രോമവും കൂടെ ചേർത്ത് കലക്കി അപ്പുണ്ടാക്കി തിന്നാൻ നിർബന്ധിതമായി എന്നാണ് യഥാർത്ഥത്തിൽ അവരുടെ ചരിത്രം എന്ന് രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹുങ്ക് റസൂലിനെ അവിടെ നാട്ടിപ്പായിപ്പിച്ചു. മദീനയിൽ പോയ റസൂല് പിന്നെ അവർക്ക് വലിയ ഭീഷണിയായി. ബദർ യുദ്ധം ഉണ്ടായപ്പോൾ ആ പട്ടണവാസികൾക്ക് നടുവൊടിയുകയും അപമാനിതരാകുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ഒരു ശാന്തിയോടെ ജീവിച്ചിട്ടില്ല. അടുത്ത 8 കൊല്ലത്തിനിടയിൽ അവരും അവരുടെ സംസ്കാരവും ഭൂമിയിൽ എന്നേക്കുമായി മണ്ണടിഞ്ഞു പോകുന്നതും ഇസ്ലാമിക സംസ്കാരം അവിടെ തഴച്ചു വളർന്നതുമാണ് യഥാർത്ഥത്തിൽ പിന്നെ കണ്ടത്. അപ്പോൾ ഒരു ജനത, ആ ജനതയുടെ ശാന്തമായ ജീവിതം, അവരുടെ ക്രമസമാധാനം, അവരുടെയുള്ള പല സംഗതികളും നടക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആളുകൾ, വ്യക്തികളായാലും സമൂഹമായാലും രാജ്യങ്ങളായാലും, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ യഥേഷ്ടം പ്രയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദൈവിക നീതിധർമാദികളിലും വിശ്വസിക്കാതെ തോന്നിയാസം ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നാശം വരികയും ചെയ്യും. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദ്, ഫസാദ് വെളിവായി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഫസാദ് എന്ന് പറഞ്ഞാൽ നാശമാണ്. നാശം സ്വയം വെളിവാകൂല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ ഫായിലിനെ പറയാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് വെളിവാക്കിയത്. പക്ഷെ അത് പറയാതെ പ്രസ്താവിച്ചിട്ട് പറയാണ്, നിങ്ങളെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു ആരോടും അക്രമം കാണിക്കൂല, അല്ലാഹു ആരോടും അനീതി കാണിക്കൂല. ഒരു ജനസമൂഹത്തിൽ ഈ പ്രകൃതിക്ഷോഭമായ വെള്ളപ്പൊക്കവും ഭൂമി കുലുക്കവും അതുപോലെ മഴ കൂടുതലും വരൾച്ചയുമൊക്കെ ഉണ്ടാവണമെങ്കിൽ പോലും അവിടുത്തെ ജനതയുടെ സത്യവിശ്വാസവും ഈമാനും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ട സംഗതി. ചിലപ്പോൾ ചിലത് പരീക്ഷണങ്ങളായി വയ്ക്കും. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ പെടുമ്പോൾ അത് പരീക്ഷണമായി മാറും. മറ്റത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ആവർത്തിച്ച് പറയുന്നത് അവരുടെ വിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ. എന്നിട്ട് പറയല് യുദീഖഹും ബഅദല്ലദീ യഅമലൂ ലഅല്ലഹും യർജൂൻ. അവിടെ അല്ലാഹു തആല നേരിട്ടിട്ടുണ്ട്. ലിയുദീഖഹും, അവരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി, ബഅദല്ലദീ യഅമലൂ, അവർ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലം ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാശം നാം അവരുടെ ഇടയിൽ വെളിവാക്കിയത് എന്ന് അല്ലാഹു തആല പറയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലു കാനൂ അക്തറും മുശ്രികീൻ. നിങ്ങൾ ഈ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു. ഈ പ്രപഞ്ച യാഥാർത്ഥ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സത്യത്തെ മറന്നുകൊണ്ട് ബഹുദൈവ പൂജകരിലും
അതുപോലെ തോന്നിയാസത്തിനും വധിച്ച ഒരുപാട് തലമുറകൾ മുമ്പ് കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ നാം തകർത്ത് തരിപ്പണമാക്കി നാശമാക്കിയിട്ടുണ്ട്. ഒരു 10-70 സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നു, ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് ധിക്കാരികളായ ജനം ഏത് തരത്തിലാണ് നശിച്ചു പോയത് എന്ന് പഠിച്ചു നോക്കാൻ നീ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക മുഹമ്മദേ എന്ന് എടുത്തെടുത്തെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ബുദ്ധിയും ശക്തിയും കഴിവും ടെക്നോളജിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശാന്തമായ സുരക്ഷിതമായ ഒരു ജീവിതം നമുക്ക് സ്വന്തം നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ പറ്റില്ല. അല്ലാഹു പറയുന്നു, ഈ ബുദ്ധിയും കഴിവും ശരീരവും ശക്തിയും ടെക്നോളജിയും ഒക്കെ നിനക്ക് നൽകിയത്, നിന്നെ അതിനുവേണ്ടി സജ്ജമാക്കിയത്, നിന്നെ ബാലൻസ് തെറ്റാതെ കൊണ്ടു നടക്കുന്നത് നാമാണ്. അതുകൊണ്ട് തന്ന സംഗതി അംഗീകരിച്ചളയാ. ഞാനാണ് തന്നത് എന്ന് നീ ഉറക്കെ പറയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെന്റെ അർത്ഥം അതാ, സാക്ഷി നിൽക്കുക എന്നുള്ളത്. ഞാനാണ് ഇതൊക്കെ നൽകിയത് എന്ന് നീ ഉറക്കെ പറയണം. എന്നിട്ട് നീ നന്ദി കാണിക്കണം. എന്നോട് വന്നിട്ട് നിന്റെ തെറ്റുകൾക്ക് മാപ്പ് പറയണം. നിന്റെ സഹജീവികളോട് ഏറ്റവും മാന്യമായ ഉത്തമമായ നിലയിൽ പെരുമാറുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ സ്വഭാവ സവിശേഷതകൾ നീ ആർജിക്കണം. അങ്ങനെയാണ് നീ ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഈ ഫസാദ് പരക്കുന്നതിന് മനുഷ്യന്റെ വിശ്വാസവും ജീവിതവും യഥാർത്ഥത്തിൽ കാരണമാകും. ഇനി നമ്മൾ ഒന്ന് തട്ടിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിപ്പിച്ച സംഗതികളിലും പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ച സംഗതികളിലും നമ്മളെ സാധാരണ ജീവിതം സമകാലിക ജീവിതവുമായി ഇന്ന് എവിടെയും ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. നമുക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നേടുന്നുണ്ട്. ടെക്നോളജി ലോകത്തിലെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ. ഇതെല്ലാം ഉണ്ടായിട്ടും ശാന്തമായി ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദികൾ അല്ലാഹു അല്ല, നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഭൂമിയിൽ സമാധാനത്തിന്റെ ശാന്ത ജീവിതം ഉണ്ടാവാൻ സാധിക്കുക. അങ്ങനെ ശാന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ കമാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പ്രാവശ്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെച്ച് വിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുക. വിഭവങ്ങളെല്ലാം നൽകി ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യജമാനനെ, ദാതാവിനെ ഓർക്കുകയും സ്മരിക്കുകയും ദാതാവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് വിഭവങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നല്ലതും അനുവദനീയമായതും ഭക്ഷിച്ചുള്ള. വളരെ ഗൗരവമുള്ളൊരു വിഷയം. തിന്നുമ്പോൾ അനുവദനീയമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. പലിശ വാങ്ങിയത് പറ്റില്ല, കള്ളക്കണക്കെഴുതി ഉണ്ടാക്കിയത് പറ്റില്ല, കട്ടെടുത്തത് പറ്റില്ല, കൈക്കൂലി വാങ്ങിയത് പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച പൈസ കൊണ്ട് വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് പോയി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഗൗരവമാണ്. അത് ഹലാലും അല്ല ത്വയ്യിബും അല്ല. നല്ലതും അനുവദനീയമായത് തിന്നുള്ള. അപ്പോൾ അധികം ആളുകളും ഇവിടെ തിന്നുകൂട്ടുന്നത്, മുസ്ലിങ്ങളിൽ മാത്രമല്ല മൊത്തം ജനതയിൽ അധികം ആളുകളും ഇവിടെ തിന്നുകൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഹലാലല്ലാത്തതായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാ തരത്തിലും കള്ളക്കച്ചവടവും തട്ടിപ്പും വെട്ടിപ്പും അതായത് ഒരു ഫാഷനായി മാറിയ ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. വഷ്കുറൂ നിഅമതല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കണമെങ്കിൽ അവൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. എല്ലാ വിഭവങ്ങളും, സൗന്ദര്യം വിഭവമാണ്, ആരോഗ്യം വിഭവമാണ്, പണം വിഭവമാണ്, വിദ്യാഭ്യാസം വിഭവമാണ്, സ്ഥാനമാനങ്ങൾ വിഭവമാണ്, കുടുംബ പാരമ്പര്യം വിഭവമാണ്.
ഒരു പ്രത്യേക എല്ലാ തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെല്ലാം വിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. ഈ വിഭവങ്ങളെടുത്ത് പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഇസ്ലാമും ഖുർആനും ദുആയും ഒക്കെ പള്ളിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാറ്റി വെച്ചിട്ട് കച്ചവടം ചെയ്യുമ്പോൾ ജീവിത ഇടപാടുകൾ നടത്തുമ്പോൾ നമുക്കെന്തുമാകാം എന്നാണ് അധികം ആളുകളും ധരിച്ചിരിക്കുന്നത്. ഇത് മുസ്ലിമിന് മാത്രം ബാധകമായ സംഗതിയൊന്നുമില്ല. മനുഷ്യന്മാരിങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഒരു ജനത മോശമായി പെരുമാറിയാൽ എല്ലാ തരത്തിലും. ഇപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച മനുഷ്യന് നാശം എന്ന് പറഞ്ഞ മദ്യപാനം, അതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ, ഡോളറുകൾ രൂപ അത് റവന്യൂ വരുമാന മാർഗമായി സർക്കാരുകൾ അതുകൊണ്ട് ഭരണം നടത്തുന്നു. ബഡ്ജറ്റിൽ പല സ്ഥലത്തും ഭരണം കമ്മി നികത്താൻ കള്ള് വിറ്റ പൈസ ഉപയോഗിക്കുന്നു. എല്ലാത്തിൻ്റെയും എല്ലാ നാശത്തിൻ്റെയും തിന്മയുടെയും മാതാവാണ് യഥാർത്ഥത്തിൽ. ബാലൻസ് തെറ്റുമ്പോൾ മനുഷ്യൻ പിശാചാവുമല്ലോ. ബോധത്തെ നശിപ്പിക്കുന്ന സാധനമാണ് ഈ മദ്യം. ബോധത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉമ്മയാണോ പെങ്ങളാണോ മോളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. കണ്ടല്ലോ നമ്മൾ ഡൽഹിയിൽ, ഗുജറാത്തിൽ, ഇവിടെയൊക്കെ കാണുന്നുണ്ട്. വരേണ്യവർഗത്തിലെ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ എന്തൊരു ഭയങ്കരമായ പ്രചണ്ഡമായ പ്രചരണമാണ് ഇന്ത്യയിൽ ആകമാനം ലോകത്ത് നടക്കുന്നുണ്ട്. ബലാത്സംഗം നല്ലതാണെന്ന് നമ്മളാരും പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. വളരെ നീചവും നികൃഷ്ടവുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയല്ലാണ്. സാന്ദർഭികമായി പറയണത് വധശിക്ഷ എന്ന് പറയുന്നത് മ്ലേച്ഛമാണ്, മൃഗീയമാണ്, മനുഷ്യാവകാശ ധ്വംസനമാണ്, ലംഘനമാണ്. ഇസ്ലാം അത് പ്രോത്സാഹിക്കുന്നൊക്കെ പറഞ്ഞു നടന്ന കുറേ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരുന്നു. എവിടെയാണ് ഇപ്പോൾ അവരെന്നുള്ളത്? ഈ ഡൽഹിയിലെ ഈ വിഷയം കഴിഞ്ഞ ശേഷം പാർലമെന്റിൽ ഓരോരുത്തരും പറയാണ് വധശിക്ഷ നടപ്പാക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ആദ്യമേ പറഞ്ഞ് ചില കുരുത്തം കെട്ടവന്മാർ ഞാൻ ജീവിതം കൊടുത്തെങ്കിലും ജീവിതത്തിന് അർഹതയില്ലാത്തതുകൊണ്ട് അവനങ്ങ് ഒഴിവാക്കിക്കളാണ്. അത്തരം പ്രവർത്തി ചെയ്യുന്ന ആളുകളെ ഒഴിവാക്കിക്കളാണ്. അള്ളാഹേക്കാൾ വലിയ ബുദ്ധിയാണ് കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ. വധശിക്ഷ നിർത്തലാക്കണം. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയണം, പാർലമെന്റിൽ പറയണം, MP പറയണം, മുഖ്യമന്ത്രി പറയണം, പ്രധാനമന്ത്രി പറയണം, എല്ലാവരും പറയും വധശിക്ഷ. കാരണം ഇത്രയും വളരെ മോശമായ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പീഡനങ്ങൾ മുമ്പുണ്ടായിരുന്നു. നിയമനിർമ്മാണം നടത്തും, പെണ്ണുങ്ങളുടെ സുരക്ഷതയ്ക്ക് നിയമനിർമ്മാണം നടത്തും. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ശരിയില്ലെങ്കിൽ ഒരു വികസനത്തിനും അർത്ഥമില്ല എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്നലെയും മെനങ്ങാന്നൊക്കെ പ്രശ്നം. നിയമം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? നിയമം എഴുതി വെച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കൂലല്ലോ. ഇതേ സംഭവങ്ങൾക്ക് മൗനാനുവാദം കൊടുത്ത ആളുകളാണ് ഇതൊക്കെ. കാശ്മീരിൽ, മണിപ്പൂരിൽ, ബോഡോലാൻഡിലൊക്കെയുള്ള പെൺകുട്ടികളെ പട്ടാളക്കാർ നിഷ്ഠൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് കൊന്ന് ചാലിലൊക്കെ ഒഴിക്കുക ഒരുപാട് സംഭവങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതൊന്നും ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത്. ബഹളം ഉണ്ടാക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ടെന്നല്ല പറയണത്. അപ്പോ വളരെ ഏത് പെണ്ണിന്റെയും പവിത്രത തന്നെയാണ്. അതായത് ദളിത് പെണ്ണിന്റെ, മുസ്ലിം പെണ്ണിന്റെ പവിത്രതയ്ക്ക് മാറ്റുകുറവ് എന്നുള്ള ഒരു അനീതിയില്ല. എല്ലാവരുടെയും പവിത്രത. അത് പിച്ചി ചിന്താൻ പാടില്ല. അപ്പൊ വളരെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു മദ്യമോന്തിയാൽ. അപ്പൊ എവിടെയാ പ്രശ്നം? വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും ഒക്കെ ചില നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ വാക്കും പോക്കും വസ്ത്രവും പെരുമാറ്റവും ഒക്കെ അവിടെ ഇതൊക്കെ ലംഘിക്കപ്പെട്ടു. ഈ 2 കേസുകളിൽ, ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കേസും ഇന്നലെ നടന്ന കേസും, 2 കേസുകളിലും അസമയത്ത് അന്യപുരുഷന്മാരുമായിട്ട് പുറത്തു പോയതിനാണ് അതിന് കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി 12:30 ശേഷം ഒരാളുമായിട്ട് ബസ്സിൽ സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. ആരും അത് പറയുന്നില്ല എന്നുള്ളതാണ്. പെണ്ണിന്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം വേണമെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞു. ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാർക്കും അത് തന്നെ. ആ ശരീരഭാഗം മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. പ്രകോപനപരമായ, അതായത് ശൈത്താനുള്ളിലുള്ള ചില മനുഷ്യന്മാരുണ്ടാവും, അവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രധാരണം നടത്തിക്കൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞു. ആണുങ്ങളുടെ ഇടയിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു മറയില്ലാതെ അഴിഞ്ഞാടി കളിക്കരുത് എന്ന് പറഞ്ഞു. അതൊന്നും പാലിക്കാൻ പാടില്ല. അതൊന്നും ആരും പാലിക്കില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതമായ ആളുകൾ പോലും യഥാർത്ഥത്തിൽ വസ്ത്രദാന രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ദൂരെയൊക്കെ പോകുമ്പോൾ
വളരെ അലങ്കൃതമായ ആകർഷണീയമായ വസ്ത്രം ഇടാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. ടൈറ്റ് വസ്ത്രങ്ങളിടാൻ പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ ഈ പിശാചിന്റെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന സൗന്ദര്യം, അല്ല തന്ന തടി, അല്ല തന്ന ആരോഗ്യം, ഇതൊക്കെ യഥേഷ്ടം ഇഷ്ടം പോലെ തോന്നും പോലെ ആസ്വദിച്ച് കളഞ്ഞ് ഇവിടെ ശാന്ത ജീവിതം കെട്ടിപ്പടുക്കാം, നിയമനിർമ്മാണം നടത്തി രക്ഷപ്പെട്ട് കളയാം എന്ന് ആരും തന്നെ ധരിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ ഗൗരവപൂർവ്വമുള്ള സംഗതിയാണ്. ഇതൊക്കെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സത്യവിശ്വാസികളാണ്. അവരാണ് ഇതിലൊക്കെ കൈകൊണ്ട് നടക്കുന്നത്. പല തരത്തിലുള്ള പീഡനങ്ങളാണ്. എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ? വിവാഹ തട്ടിപ്പ് പീഡനങ്ങൾ. ഇപ്പോൾ പലരും പറയും, പല സ്ഥലത്തിലും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. പല സ്ഥലത്തും നടന്നിട്ട് വിവാഹം കഴിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളുമായി തട്ടിപ്പ് നടന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബോർഡുണ്ട്, കോയമ്പത്തൂർ കല്യാണം, മൈസൂർ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കുറെ കല്യാണങ്ങൾ. എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞത് അത് പുതിയൊരു തട്ടിപ്പാ. പല തരത്തിലുള്ള തട്ടിപ്പുകൾ, പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന, സ്ത്രീകളെ നശിപ്പിക്കുന്ന തട്ടിപ്പുകൾ. അത് ചെയ്യുന്നത് പുരുഷന്മാരാണ്. പെണ്ണുങ്ങളും കൂട്ടുനിന്ന് കൊടുക്കുന്നുള്ളതാണ്. ഏത് സ്ത്രീയാണോ ഇതിനിരയാവുന്നത് അതിന്റെ പിന്നിലും പെണ്ണ് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ വളരെ മോശമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നു. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അല്ലാഹുവാണ് ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ വിഭവങ്ങളുടെ നാഥൻ. അവൻ നൽകിയത് എടുത്തു വെച്ച് ഉപയോഗിക്കുമ്പോൾ, ചെലവഴിക്കുമ്പോൾ അവനെ ഓർക്കേണ്ടതുണ്ട്, നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്, മാന്യമായി പെരുമാറേണ്ടതുണ്ട്. അവൻ ചില കോഡ് ഓഫ് കോണ്ടക്ട്, ശരീരത്തിൽ കുറെ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, അത് പാലിച്ച് ജീവിക്കേണ്ടതുണ്ട്. പെണ്ണുങ്ങൾ വിദൂരമായ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ജയ്പൂരിൽ നിന്ന് അവിടെ വൃന്ദാവനിലേക്ക് വന്ന പെണ്ണ് ഒറ്റയ്ക്കാണ് വന്നത്. എന്നിട്ട് പരിചയക്കാരനായതുകൊണ്ട് കാറിൽ കയറിയെന്നാണ്. വഴിയിൽ വെച്ച് അവന്റെ 2 സുഹൃത്തുക്കൾ കയറി. എന്നിട്ട് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളാണിപ്പോൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നതെന്ന് പറയുന്നു. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ കൂടെയും ഭരണകൂടത്തിനും പോലീസിനും പോകാനൊന്നും പറ്റൂല. അത് മറ്റൊരു സംഗതിയാ. ഭരണകൂടം വിചാരിച്ചാല്, പോലീസ് വിചാരിച്ചാല്, നിയമനിർമ്മാണ സഭകൾ വിചാരിച്ചാല് നാട്ടിലുള്ള എല്ലാ പെണ്ണിന്റെയും കൂടെയും ഓരോ സെക്യൂരിറ്റി പോലീസുകാരനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല. അവര് തന്നെ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമുള്ള സംഗതി. ആദ്യം അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അല്ല പഠിപ്പിച്ചത് അവിടെയാണ്. നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടത് നിങ്ങൾക്ക് യഥേഷ്ടമോടെ തുള്ളിച്ചാടി കളിച്ച് ജീവിച്ചിട്ട് മതിച്ചു വരാനല്ല, എന്നാൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവും. നാം നിങ്ങൾ അങ്ങോട്ട് അയച്ചത് വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, ഒരു നിശ്ചിത കാലം അവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ഓരോരുത്തരുടെ ചിന്താഗതിയും പ്രവർത്തനങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഉദ്ദേശങ്ങളും വരെ ചോദ്യം ചെയ്യപ്പെടും. അതിന് വ്യക്തമായ മറുപടി പറയാതെ ഒരാളെ നാം വിടുന്നതല്ല എന്ന ഒരു ബോധം, ഈ അവയർനെസ്, ഈ അവബോധം ആളുകളിൽ ഉണ്ടായി കൊടുക്കണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല, മനുഷ്യരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് പോക്കറ്റ് വെച്ച് നടക്കാനുള്ള ഒരു സാധനവുമല്ല. അങ്ങനെ അല്ലാഹു തആല ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു പ്രവാചകനെ അല്ലാഹു തആല അയച്ചിട്ടില്ല എന്നുള്ള ഇത് ലോകത്തിലെ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിയാ. ലോകത്തിലെ ആണിനും പെണ്ണിനും പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിയാ. നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെങ്കിൽ, സേഫ്റ്റി വേണമെങ്കിൽ, ശാന്തത വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞതുപോലെ ജീവിച്ചാലേ നിങ്ങൾക്കത് ഉണ്ടാവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം എന്ന് പേര് കിട്ടിയത്. പക്ഷേ നമ്മൾ തന്നെ ഇതെല്ലാം പൂഴ്ത്തി വെച്ച് മറ്റുള്ളവർക്ക് ഇത് എത്തിക്കാത്ത ഒരു അവസ്ഥയാണ് എത്തിച്ചിട്ടുള്ളതെന്നുള്ള. മറ്റുള്ളവർ എന്താ മനസ്സിലാക്കണത്? ഈ മുസ്ലിം എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ കുറെ തീവ്രവാദികളുടെ പേരാണ് എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ സത്യം. വളരെ കൃത്യമായി മനുഷ്യരുടെ ഭൂമിയിലെ ശാന്ത ജീവിതം, പരലോകത്തിലെ വിജയ ജീവിതം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച ഒരു കാറ്റലോഗാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്തയച്ചത്. അതനുസരിച്ച് ജീവിച്ചപ്പോൾ ശാന്തസുന്ദരമായ ഒരു ജീവിതം. ഭൂമിയിൽ ഒരിക്കൽ പോലും മുമ്പ് ഇത്രയും ശാന്തഗംഭീരമായ ഒരു ജീവിതം മുട്ടിട്ടിട്ടില്ല എന്ന് പറയുമാറ് ഒരു മഹോന്നതമായ ഒരു ജീവിത മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. ആരായിരുന്നു അവര്? അടിച്ചു പൊളിച്ച് മദ്യം കുടിച്ച് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കുഴപ്പമുണ്ടാക്കി എല്ലാ നാശവും സർവത്ര നാശവും വലിച്ചു വെച്ച് ആകപ്പാടെ രക്തം ചിന്തി ആഹ്ലാദിച്ചിരുന്ന ഒരു കാടൻ അറബി ജനതയായിരുന്നു. ജാഹിലിയ എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞത്. ഇഗ്നറന്റ്, അന്ധകാരയുഗം. അവരെ ലോകത്തിലെ 1ാം നമ്പർ സിറ്റിസന്മാരാക്കി, ലോകത്തിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരാക്കി, നീതിമാന്മാരായ ഭരണാധികാരികളാക്കി, ലോകത്തിലെ അന്തസ്സുള്ള തലയെടുപ്പുള്ള ലോക നേതാക്കളാക്കി, എഴുത്തുകാരാക്കി, പ്രസംഗന്മാരാക്കി, ശാസ്ത്രജ്ഞന്മാരാക്കി. എന്നിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു വളരെ കുറഞ്ഞ കാലം കൊണ്ട്. ഇത് ആകാശത്തിൽ നിന്ന് ഇടപെടലുണ്ടായ ദിവ്യാത്ഭുതം മാത്രമല്ല, ഭൂമിയിലെ മനുഷ്യൻ മനസ്സ് വെച്ചപ്പോ ഉണ്ടായിത്തീർന്ന ഒരു മാതൃകാ സമൂഹമായിരുന്നു. അത് ഇവിടെ
ആളുകൾ അത് ജീവിതത്തിൽ പകർത്തിയല്ലാതെ ഇവിടെ ശാന്തിയും സമാധാനം ഉണ്ടാവില്ല, ഇവിടെ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇത് വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, സമൂഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അങ്ങനെ. ഒരു നാടിന് മാത്രമല്ല, ഒരു കുടുംബം അഹന്ത കാണിച്ച് അള്ളാഹു കൊടുത്തതൊക്കെ തോന്നിയാസത്തിൽ പ്രയോഗിച്ചാൽ അവരുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാശം വിതച്ചു വെക്കും എന്നുള്ളതിന് ഖുർആനിൽ നമുക്ക് തെളിവാക്കാൻ കഴിയും. അതുപോലെ ഒരു മനുഷ്യന് കിട്ടുന്നതൊക്കെ അവൻ അഹന്തയോടെ ചെലവഴിച്ച് പൊങ്ങച്ചം കാണിച്ചു നടന്നാൽ അവന്റെ ജീവിതത്തിലും നാശം വലിച്ചു വെക്കും. നന്ദിയോടെ ആ വളരെ യാഥാർത്ഥ്യത്തോടെ ബോധത്തോടെ അള്ളാഹുവിനെ അംഗീകരിച്ച് നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ലേശം വിഷമമുണ്ട്. പക്ഷെ എല്ലാവരും അത് തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും, അന്ന് അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്റേതാണെന്ന് വിചാരിച്ചതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്റെ വലിയ കൊട്ടാരം, വലിയ കാറുകൾ, വലിയ ബിസിനസ്സുകൾ, എന്റെ നല്ല തടി, എന്റെ സുന്ദരിയായ ഭാര്യ, നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായ മക്കൾ, ഒരുപാട് അംഗരക്ഷകര്, ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരുപാട് വൃത്യന്മാർ, അവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്നെ ഇതാ പിടിച്ചോണ്ട് പോകുന്നു. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, ഒന്ന് ലേശം പിന്തിച്ചളഞ്ഞാൽ ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് നീ പറഞ്ഞതൊക്കെ ചെയ്തൊള്ളാമെന്ന് നിലവിളിക്കുന്ന ഒരു രംഗം വരും എന്ന് ബോധമുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് താക്കീത് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് മരിച്ചിട്ട് ഓതാനുള്ളതും പഠിക്കാനുള്ളതുമല്ല, ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് ജീവിത വിജയം കൈവരിക്കാനുള്ളതാണ്. എന്റേതൊന്നും എന്റേതല്ല എന്ന് ഓരോരുത്തർക്കും നേരത്തെ ബോധ്യമായാൽ അഹങ്കാരമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ, അവകാശങ്ങളൊന്നും ആക്രമിക്കാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കും. ഓരോ മനുഷ്യനും ആ പിടിക്കപ്പെട്ട റേപ്പിൽ പിടിക്കപ്പെട്ടവൻ പറഞ്ഞില്ലേ, എന്നെ കൊന്നുകളയൂന്ന്. കാരണം അവനില്ല മനുഷ്യത്വം ഉണർന്നു. കള്ളങ്ങ് പോയി പോലീസ് പിടിച്ച് രണ്ട് കുത്താണ്ട് കൊടുത്തപ്പോ എന്നെ നിങ്ങൾ വധിച്ചോളൂ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി. അതാണ് മനുഷ്യത്വം. അവിടെ മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും നശിച്ചു പോകാത്ത മനുഷ്യത്വത്തിന്റെ മഹോന്നതമായ മാതൃക ഉയർത്തിയെടുക്കാൻ ഈ ഭൂമുഖത്ത് ലോകത്ത് ശാന്തി വരുത്താൻ സത്യവിശ്വാസികൾക്കും പരിശുദ്ധ ഖുർആനും മാത്രമേ കഴിയൂ എന്ന് നിസ്സംശയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കാമെങ്കിൽ, അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ജീവിച്ചു കാണിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ എത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. اللهم അർലന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അടുത്തുനിന്ന് മരിച്ച് നിന്റെ അടുത്ത് വന്ന ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുടെ പൂങ്കാവനങ്ങളാക്കി മാറ്റുന്ന തമ്പുരാനെ. നാഥ, ഖുർആൻ യഥാവിധി പഠിക്കാൻ ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന രീതിയിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പഠനത്തിലും പ്രവർത്തനത്തിലും ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു ഇബാദത്തുകളിൽ ആത്മാർത്ഥത തരണേ തമ്പുരാനെ. ചൈതന്യം ചോരാത്ത ഇബാദത്ത് നടത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇബാദത്തിന്റെ ആഴങ്ങൾ ഇറങ്ങി നീയുമായിട്ട് അലിഞ്ഞു ചേരാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ഇവിടെ ജീവിച്ച് ശാന്തമായി മരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് വളരെ ലഘുവാക്കി തരണേ തമ്പുരാനെ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. അല്ലാഹുവേ, ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിങ്ങൾ എന്നേക്കുമായി കാക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നെ ഓർത്ത് നിന്നിലേക്ക് വിനയാന്വിതമായി മടങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.